2026 മാർച്ച് 29 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിനായി ടെൻഡർ നൽകുന്ന ആദ്യ സംസ്ഥാനം ആസാം. ആസാമാണ് സാറ്റലൈറ്റ് മോണിറ്ററിങ്ങിനായി ടെൻഡർ നൽകുന്ന ആദ്യ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടെ ഊർജ കപ്പലുകൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ഊർജ സുരക്ഷ. അപ്പോൾ ഓപ്പറേഷൻ ഊർജ സുരക്ഷയാണ് ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടെ ഊർജ കപ്പലുകൾ സുരക്ഷിതമാക്കാനായിട്ട് ആരംഭിച്ച ഓപ്പറേഷൻ. പേരെന്താണ്? ഓപ്പറേഷൻ ഊർജ സുരക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക ബുദ്ധിമുട്ടുകളായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങളും ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുമുള്ള ഓൺലൈൻ സംവിധാനം ടെലിമാനസ്. അപ്പോൾ ടെലിമാനസ് ആണ് ടെലി കൗൺസിലിംഗ് ഉൾപ്പെടെ സേവനങ്ങൾക്കുള്ള ഓൺലൈൻ സംവിധാനം. അങ്ങനെയുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്? ടെലിമാനസ്, മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി അപ്പോൾ ഈ ടെലിമാനസ് നമ്പർ ഏതാണ്? 144 ടെലിമാനസ് നമ്പർ. മാനസിക ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം, അതൊക്കെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക്. ഇനി 7 അഗ്നിപർവ്വത കൊടുമുടികളും ഏറ്റവും വേഗത്തിൽ കയറി ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചത് ആരാണ്? 7 അഗ്നിപർവ്വത കൊടുമുടികളാണ് കയറിയത്. അദ്ദേഹത്തിന്റെ പേര് ഭൂപതി രാജു അൻമിഷ് വർമ്മ. വിശാഖപട്ടണമാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് 7 അഗ്നിപർവ്വത കൊടുമുടികൾ ഏറ്റവും വേഗത്തിൽ കയറി ഗിന്നസ് റെക്കോർഡ് നേടിയത്. വലിയ ആളല്ലേ? ഭൂപതി രാജു അൻമിഷ് വർമ്മ എന്നാണ് പേര്, ഭൂപതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടെക്സ്റ്റുകളെ വീഡിയോകളിലേക്ക് മാറ്റാൻ കഴിയുന്ന ഓപ്പൺ എഐയുടെ ടൂൾ ഏതാണ്? സോറ. അപ്പം സോറ വെച്ചിട്ട് ടെക്സ്റ്റുകളെ വീഡിയോ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതി നൽകാൻ RBI ആരംഭിച്ച വെബ്സൈറ്റ് ആണ് ഏത്? സജേത് ആണ് അനധികൃത നിക്ഷേപങ്ങളെ കുറിച്ച് പരാതി നൽകാൻ RBI ആരംഭിച്ച വെബ്സൈറ്റ്. ഏതാണ്? സജേത്. അടുത്തത്, കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ കൈലാഷ് സത്യാർത്ഥി എഴുതിയ ബുക്കിന്റെ പേരെന്താണ്? കരുണ ദ പവർ ഓഫ് കമ്പാഷൻ. അടുത്തത്, 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ടയാണ് കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരം നമ്മൾ ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഏതാണ്? സോജില ചുരമാണ് ശ്രീനഗറിനെ ലേയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഇനി നേപ്പാളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. അപ്പൊ നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആരാണ്? ബാലേന്ദ്ര ഷായാണ് നേപ്പാളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, 2026 അതായത് 52ാമത് G7 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? ഏവിയാനിലാണ്, ഫ്രാൻസിലെ ഏവിയാനിലാണ് 2026 G7 ഉച്ചകോടി നടക്കുന്നത്. 2026. ഇനി ഫ്രാൻസിൽ 2026 G7 ഉച്ചകോടി നടക്കുന്നത് ഏത് തീയതികളിലാണ്? തീയതി വരെ നിശ്ചയിച്ചു. ഏത് തീയതിയാ? ജൂൺ 15, 17. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഉച്ചകോടി G7 ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിലെ ഏവിയാനിലാണ്. നടക്കുന്ന തീയതി ജൂൺ 15 മുതൽ 17 വരെ. G7 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ G7 രാജ്യങ്ങൾ: കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, USA. അപ്പോൾ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, USA ആണ് G7 രാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അരുന്ധതി റോയ് ആണ് മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ, US ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? US അരുന്ധതി റോയ്ക്ക് തന്നെയാണ്. അപ്പൊ അരുന്ധതി റോയ്ക്കാണ് US ബുക്ക് ക്രിട്ടിക്സ് സർക്കിൾ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. പഠിച്ചതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ,
കരുണ ദ പവർ ഓഫ് കമ്പാഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഉറപ്പായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അപ്പോൾ നാളെ വീണ്ടും നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ അപ്പോൾ തന്നെ പഠിച്ചു പോവുക. നാളെ വീണ്ടും കാണാം. നന്ദി.